ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. അനുകൂലമോ ഉലകിൽ പ്രതികൂലമോ, അനുകൂലമോ ഉലകിൽ പ്രതികൂലമോ, എനിക്കെന്തായാലും എന്നേശുമതി, എനിക്കെന്തായാലും എന്നേശുമതി, അനുകൂലമോ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വേദവാക്യങ്ങളിൽ അനന്യാസ് സഫീറ എന്ന ഒരു കുടുംബത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുക. ഈ 4-ാം അധ്യായം അതിൻ്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് എത്തുമ്പോൾ വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏകമനസ്സും ഉള്ളവരായി തനിക്കുള്ളതൊന്നും സ്വന്തം എന്നാരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു എന്നവിടെ രേഖപ്പെടുത്തിയ 36-ാമത്തെ വാക്യത്തിൽ പ്രബോധനപുത്രൻ എന്നർത്ഥമുള്ള ബർണബാസ് എന്ന അപ്പോസ്തലന്മാർ മറുവേർ വിളിച്ച കുപ്ര ദ്വീപുകാരനായ യോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഈ സംഭവം നടന്നതിന് ശേഷമാണ് 5-ാം അധ്യായത്തിൽ അനന്യാസ് സഫീറ എന്ന കുടുംബത്തിൻ്റെ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവാത്മാവിൻ്റെ നിറവിൽ വിശ്വസിച്ചവരെല്ലാവരും ഏകഹൃദയവും ഏകമനസ്സും ഉള്ളവരായി ഒത്തൊരുമയിൽ സ്നേഹത്തിൽ സന്തോഷത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ അവർക്കുണ്ടായിരുന്നതെല്ലാം ആരും ഇതെൻ്റേതാണ് എന്ന് പറയാതെ പൊതുവകയെന്ന് എണ്ണി എല്ലാവരും ഒരുപോലെ ആ സ്നേഹ സന്തോഷം അനുഭവിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഈ കുടുംബം അവരും തങ്ങളുടെ ജീവിതത്തിൽ ദൈവം മുമ്പാകെ ഒരു തീരുമാനമെടുക്കുക. എന്താ തീരുമാനം? നമുക്കുള്ള നിലം, അതിൽ ഒരു നിലം വിൽക്കാം. അവരാ തീരുമാനത്തിൽ ഒരു ഉറപ്പിലെത്തുകയാണ്. ഭാര്യയും ഭർത്താവും കൂടി ആലോചിച്ചു, തീരുമാനിച്ചു, നിലം വിറ്റു. എന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടി തീരുമാനിച്ചു, ആലോചിച്ചു, മറ്റൊരു തീരുമാനം കൂടി എടുത്തു. എന്താ തീരുമാനം? വിലയിൽ കുറെ എടുത്തു വെച്ചു. അതിൻ്റെ ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. നാം മലാഖി പ്രവാചക പുസ്തകം വായിക്കുമ്പോൾ 1-ാം അധ്യായം അതിൻ്റെ ഒടുവിലത്തെ വാക്യത്തിലേക്ക് വന്നപ്പോൾ നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ ഊനമുള്ള ഒരു തള്ളയെ യാഗം കഴിക്കുന്ന വഞ്ചകൻ ശപിക്കപ്പെട്ടവൻ എന്ന ഇവിടെ ഒരു തീരുമാനം അവരാദ്യം എടുത്തു. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ ഭാര്യയും ഭർത്താവും കൂടി ആലോചിച്ച് ഒന്നിച്ച് മറ്റൊരു തീരുമാനമെടുക്കുകയാണ്. അതിൽ കുറച്ചെടുത്ത് മാറ്റിവെക്കാം. ഈ നിലം വിൽക്കുന്നതിന് മുമ്പ് അവരുടെ മനസ്സിലൊരു ചിന്ത ഇത് മുഴുവനും അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ അത് വിറ്റ് കഴിഞ്ഞപ്പോൾ ആ പണത്തിന്മേലുള്ള അവരുടെ ആ ദൃഷ്ടി, അവരുടെ ഉള്ളിലുള്ള ആഗ്രഹം, താല്പര്യം, പൈശാചികമായിട്ടുള്ളൊരു ചിന്ത അവരെ ബാധിക്കുകയും അവരാ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യുക. അങ്ങനെയാണ് ഭാര്യയും ഭർത്താവും കൂടി ആലോചിച്ച് അതിൽ നിന്ന് കുറെ എടുത്തു വയ്ക്കുന്നത്. എന്നിട്ട് ബാക്കി ഇതാരും അറിഞ്ഞില്ലല്ലോ എന്നുള്ള മനോഭാവത്തിൽ അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കുക. ആരും അറിഞ്ഞില്ലല്ലോ എന്നോർത്താണ് അവരിത് വെക്കുന്നത്. പത്രോസ് ചോദിക്കുന്നു, ഇത്രയ്ക്കോ നിലം വിറ്റത്? അപ്പോൾ അവർ പറയും ഇത്രയ്ക്കാണ്. കാരണം അവർ വിചാരിച്ചു അവർ ഭാര്യയും ഭർത്താവും മാത്രമേ ഈ കാര്യം അറിഞ്ഞിട്ടുള്ളൂ എന്നാണ്. പക്ഷേ അവിടെ പറയുന്നുണ്ട് എന്താണ്,
ഒന്നാമത് അവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവിനോട് നീ വ്യാജം കാണിച്ചു എന്ന. മൂന്നാം വാക്യത്തിൽ. നാലാം വാക്യത്തിൽ നീ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ വ്യാജം കാണിച്ചത് എന്ന്. അപ്പോൾ ഒന്ന്, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. രണ്ട്, ദൈവത്തോട് വ്യാജം കാണിച്ചു. മൂന്ന്, 9-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിച്ചു. അവിടെ ഇങ്ങനെ നിങ്ങൾ പരീക്ഷിക്കാൻ ഒത്തത് എന്തെന്നാ? ഭാര്യയും ഭർത്താവ് ഒന്നിച്ചം കൂടി. നല്ലൊരു കുടുംബം. കാരണം എന്തു വന്നാലും ഒന്നിച്ച് നിൽക്കാമെന്ന് തീരുമാനിച്ചു. നോക്കണേ, ചെയ്ത തെറ്റിന് അവരൊന്നിച്ചു നിന്നു. ഇവിടെ അവർ വ്യാജം കാണിക്കുകയാണ്, കള്ളത്തരം കാണിച്ചു. പിന്നെയോ കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിച്ചു, ദൈവത്തെ അവർ പരീക്ഷിച്ചു. ഒന്നും വരില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചു. ആരും ഒന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും സംഭവിക്കുകയുമില്ല എന്ന് ചിന്തിച്ചു. ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, വളരെ സങ്കടകരമാണ്. ഭാര്യയും ഭർത്താവും മരിച്ചു പോവുകയാണ്. മലാക്കി പ്രവാചക പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ മടക്കി കൊണ്ടുവരട്ടെ. 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ ആട്ടിൻകുട്ടി ഉണ്ടായിരിക്കെ അതിനെ യാഗം കഴിക്കാതെ, നേർന്നതിനെ യാഗം കഴിക്കാതെ ഊനമുള്ള ഒരു തള്ളയെ യാഗം കഴിച്ച വഞ്ചകൻ ശപിക്കപ്പെട്ടവനെന്നാ പറഞ്ഞു. ഈ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിലെ അനന്യാസിൻ്റെയും സഫീരയുടെയും ജീവിതം ഈ കാര്യത്തെ വ്യക്തമായിട്ട് വിളിച്ചു പറയുക. വിശ്വാസികൾക്ക് അതൊരു മുൻകുറിയാ. നാം എത്ര ശ്രദ്ധിക്കണം എന്നുള്ളത് കാര്യം ദൈവം ഓർപ്പിക്കുക. വാസ്തവത്തിൽ ദൈവം 1-ാം നൂറ്റാണ്ടിൽ ആദിമസഭയിൽ ഇടപെട്ടതുപോലെ ഇന്ന് ഇടപെടുന്നില്ല. അത് കൃപായുഗമായതുകൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനം അതുപോലെ ചെയ്യാൻ കഴിയാത്ത ഞാനും താങ്കളും ഒന്നും ഈ ഭൂമിയിൽ കാണത്തില്ലായിരുന്നു. പക്ഷെ ദൈവം പിന്നെയും പിന്നെയും ദയ കാണിച്ച് നമ്മളെ നടത്തുന്നു. അനന്യാസിനോടും സഫീറോടും ഇടപെട്ടതുപോലെ എന്നോടും താങ്കളോടും ദൈവം ഇടപെടാതെ ദീർഘക്ഷമ കാണിക്കുന്നു. അത് ശാപത്തിലേക്ക് ആയിപ്പോകാനിടവരും. അതൊരു ദുഃഖമായി നമ്മുടെ ജീവിതത്തിൽ പരിണമിക്കാനിടവരരുത്. നാം എന്തു ചെയ്യണം? ഒന്നും സംഭവിക്കില്ല, ആരും കണ്ടില്ലല്ലോ, ഇത് ഞാൻ തന്നെ എടുത്ത തീരുമാനമാണ്, ആരും അറിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ആരും അറിയുന്നില്ലല്ലോ, അങ്ങനെ ചിന്തിക്കരുത്. സ്വർഗത്തിലെ ദൈവം അനന്യാസിനെയും സഫീരയും കണ്ടുവെങ്കിൽ എന്നെയും താങ്കളെയും കാണുന്നു എന്നുള്ള കാര്യം മറക്കരുത്. നമ്മെ കാണുന്ന ദൈവം നിശ്ചയമായിട്ടും നമ്മെ ന്യായം വിധിക്കും. ന്യായവിധിയുടെ മുമ്പിൽ ഞാനും താങ്കളും നിൽക്കേണ്ടതായിട്ട്. നാം ശപിക്കപ്പെട്ടവരായിട്ടല്ല, അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത്. ഇസ്രായേലിനോട് ഈ കാര്യം ദൈവം പറയുന്നത് അവർ ശപിക്കപ്പെട്ട് നശിച്ചു പോകണമെന്ന് വിചാരിച്ചുകൊണ്ടല്ല. പിന്നെയോ അവരനുഗ്രഹിക്കപ്പെട്ടവരായി തീരണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ദൈവം പറയുന്നത്. തിരുത്തുവാൻ, മാനസാന്തരപ്പെടുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവരനുഗ്രഹിക്കപ്പെടും. അതാണ് ദൈവം പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ കർത്താവേ, ഞാനും അനന്യാസിനെ പോലെ സഫീരയെ പോലെ ഞാനും എൻ്റെ കുടുംബവും, അല്ലെങ്കിൽ ഞാനും എൻ്റെ മക്കളും, അല്ലെങ്കിൽ ഞങ്ങളുടെ സഭ ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ, ചില വേണ്ടാത്ത തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവെ ക്ഷമിക്കണമേ. ചിലർ സഭയായിട്ടാണ് തീരുമാനമെടുക്കുന്നത്, ചിലർ കുടുംബങ്ങളായിട്ടാണ് തീരുമാനമെടുക്കുന്നത്. ദൈവസന്നിധിയിൽ അതേറ്റു പറഞ്ഞു ഉപേക്ഷിച്ചു മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റവും നന്നായി ജീവിക്കാൻ കഴിഞ്ഞാൽ സ്തോത്രം. അതാണ് അനുഗ്രഹം, അതാണ് അനുഗ്രഹം. നാം ശപിക്കപ്പെട്ടവരായി തീരാൻ ആഗ്രഹിക്കാത്ത ദൈവത്തിൻ്റെ ഉള്ളിലെ സന്തോഷമെന്ന് പറയുന്നത്
നാം അനുഗ്രഹിക്കപ്പെട്ടവരായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നാം അനുഗ്രഹിക്കപ്പെട്ടവരായി ഭൂമിയിൽ ജീവിക്കണമെന്നുള്ളതാണ്. നാം അനുഗ്രഹിക്കപ്പെട്ടവരായി സന്തോഷമുള്ളവരായിട്ട് എപ്പോഴും എക്കാലത്തും നിലനിൽക്കണമെന്നുള്ളവരാണ്. അപ്പം അങ്ങനെ ആയിരിക്കാനായിട്ട് നമ്മുടെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആദിമസഭയിലുണ്ടായിരുന്ന സ്നേഹവും ഐക്യവും സന്തോഷവും ഒത്തൊരുമയും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും സഭകളിലും ഉണ്ടാകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനുള്ളിലെ കള്ളത്തരങ്ങൾ, അതിനുള്ളിലെ പൊള്ളത്തരങ്ങൾ, അതിനുള്ളിലെ അശുദ്ധിയൊക്കെ നീങ്ങിപ്പോയി വ്യാജം വിട്ട്, കപട വിശ്വാസങ്ങൾ വിട്ട് കർത്താവിന് പ്രയോജനമുള്ളവരായി തീരുവാൻ ദൈവസന്നിധിയിൽ നമ്മളെ താഴ്ത്താം. ദൈവത്തോട് പറയാം, കർത്താവ്, എൻ്റെ ഉള്ളിലെ വ്യാജം, എൻ്റെ ഉള്ളിലെ കപടം അത് നീക്കിക്കളഞ്ഞു ഒരു നല്ല വിശ്വാസിയാക്കി എന്നെ നിർത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കും. ഉള്ളു തുറന്നൊന്ന് പ്രാർത്ഥിച്ചാൽ, നെഞ്ചുരുകി ദൈവസന്നിധിയിൽ ഇരുന്നാൽ നിശ്ചയമായിട്ടും കർത്താവ് നമ്മെ സഹായിക്കുമെന്നുള്ളതിന് സംശയമില്ല പ്രിയരെ. കർത്താവ് ആകിയാൽ നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. ആമീൻ, ആമീൻ. അനുകൂലമോ